നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം ശക്തിപ്പെടുമെന്ന സൂചനയാണ് പുറത്തുവരുന്നത്. വെടിനിർത്തൽ പ്രഖ്യാപനത്തിൻ്റെ അവസാന ദിവസത്തിനായി ഇനി മണിക്കൂറുകൾ മാത്രമേയുള്ളൂ. ഏപ്രിൽ 22 വരെയാണ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്നത്. ഏപ്രിൽ 22-നകം ചർച്ചകളിലൂടെ ഒരു സമവായമുണ്ടാകണം. അന്തിമ സമാധാന കരാറിൽ അമേരിക്കയും ഇറാനും ഒപ്പിടേണ്ടി വരും. ഇല്ല എങ്കിൽ തീർച്ചയായും അമേരിക്ക യുദ്ധം പുനരാരംഭിക്കുമെന്ന് നേരത്തെ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ അമേരിക്ക യുദ്ധം പുനരാരംഭിച്ചാൽ തങ്ങളുടെ പക്കൽ പുതുതന്ത്രങ്ങളുണ്ട് എന്നാണ് ഇപ്പോൾ ഇറാൻ പറയുന്നത്. ഇറാൻ്റെ പാർലമെൻറ്റിൻ്റെ പ്രസിഡന്റ് മുഹമ്മദ് ബാഗർ കാലിബാഹ് ഇപ്പോൾ തന്നെ ഈ ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതായത് ഇറാന് അമേരിക്കയെ ഒട്ടും പേടിയില്ല. ഇറാൻ പുതിയ യുദ്ധതന്ത്രങ്ങൾ പ്രയോഗിക്കും. അതിൽ അമേരിക്കയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നാണ് പാർലമെൻറ്റ് സ്പീക്കർ ഇപ്പോൾ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. മുഹമ്മദ് ബാഗർ പറയുന്നതനുസരിച്ച് തങ്ങളെ ഭീഷണിപ്പെടുത്തി ഒരു കാരണവശാലും ചർച്ചാ മേശക്കരികിൽ എത്തിക്കാൻ കഴിയില്ല എന്നാണ് ഇറാൻ ഇപ്പോൾ പറയുന്നത്. ഇറാൻ്റെ നിലപാട് അതുതന്നെയാണ്. അതായത് കഴിഞ്ഞ ദിവസം തിങ്കളാഴ്ച ഈ രണ്ടാം ഘട്ട ചർച്ചകൾ പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ നടക്കേണ്ടതായിരുന്നു. ഇസ്ലാമാബാദിൽ ചർച്ചകൾക്കായിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം പാകിസ്ഥാൻ പൂർത്തിയാക്കിയിരുന്നു. എന്നിട്ടും ഈ ചർച്ചകളിൽ പങ്കെടുക്കേണ്ട അമേരിക്കൻ സംഘമോ ഇറാൻ്റെ സംഘമോ എത്തിയില്ല. അമേരിക്കൻ സംഘം കഴിഞ്ഞ ദിവസം പുറപ്പെട്ടെങ്കിലും ഇറാൻ്റെ സംഘം ചർച്ചയ്ക്കില്ല എന്ന് കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നതാണ്, നിലപാട് വ്യക്തമാക്കിയിരുന്നതാണ്. അതായത് ഇവിടെ ഇപ്പോഴുണ്ടായിരിക്കുന്ന പ്രശ്നം എന്നത് അമേരിക്കയുടെ ഈ ഉപരോധമാണ്. ഇറാൻ്റെ തുറമുഖങ്ങൾ ഇപ്പോൾ അമേരിക്ക ഉപരോധിക്കുകയാണ്. ആ ഉപരോധങ്ങൾ അവസാനിപ്പിക്കാതെ ചർച്ചയ്ക്കില്ല എന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. നേരത്തെ ഈ ലെബനനിൽ ഉണ്ടായ വെടിനിർത്തലിൻ്റെ പശ്ചാത്തലത്തിൽ വളരെ സന്തോഷത്തോടു കൂടി തന്നെ ഹോർമൂസ് കടലിടുക്ക് ഇറാൻ തുറന്നു നൽകിയിരുന്നു. എന്നാൽ അമേരിക്ക ഇറാൻ തുറമുഖങ്ങൾക്ക് നേരെ ഉപരോധം അവസാനിപ്പിക്കും എന്ന പ്രതീക്ഷയിലാണ് ഇറാൻ ആ ഹോർമൂസ് കടലിടുക്ക് തുറന്നത്. പക്ഷേ അമേരിക്ക ഉപരോധം അവസാനിപ്പിച്ചില്ല. അന്തിമ ചർച്ചകൾ പൂർത്തിയാക്കി സമാധാന കരാറിലേക്ക് ഇറാൻ ഒപ്പിട്ടാൽ മാത്രമേ ഈ ഉപരോധം പിൻവലിക്കൂ എന്നാണ് അമേരിക്കയുടെ നിലപാട്. തീർച്ചയായും ചർച്ച വഴിമുട്ടി നിൽക്കുന്നത് വളരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളിലാണ്. അത് മറ്റൊന്നുമല്ല, ആണവ സമ്പുഷ്ടീകരണത്തിനുള്ള അവകാശവും അധികാരവും തങ്ങൾക്ക് വേണം എന്ന് ഇറാൻ പറയുന്നുണ്ട്. പക്ഷേ ആ അധികാരം അങ്ങനെ നൽകാനാവില്ല എന്നാണ് അമേരിക്കയുടെ നിലപാട്. മാത്രമല്ല, സമ്പുഷ്ടീകരിച്ച യുറേനിയം അമേരിക്കയിലേക്ക് മാറ്റണം എന്നും അമേരിക്ക ആവശ്യപ്പെടുന്നു. ഹോർമൂസ് കടലിടുക്ക് തങ്ങളുടെ അധികാര പരിധിയിലാണ് എന്ന് ഇറാൻ പറയുമ്പോൾ അമേരിക്ക പറയുന്നത് അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഒരു സംയുക്ത അധികാര കേന്ദ്രം ആ ഹോർമൂസ് കടലിടുക്കിൽ ഉണ്ടാകണം എന്നാണ്. അമേരിക്കയും ഇസ്രായേലും കനത്ത ആക്രമണമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാനിൽ നടത്തിയത്. ഈ ആക്രമണങ്ങൾക്ക് ഉണ്ടായ നഷ്ടത്തിന് നഷ്ടപരിഹാരം വേണം എന്നും ഇറാൻ പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഒരു നഷ്ടപരിഹാരം നൽകാൻ അമേരിക്ക തയ്യാറുമല്ല. ഈ സാഹചര്യത്തിലാണ് ചർച്ചകൾ വഴിമുട്ടി നിൽക്കുന്നത്. ഈ 3 കാര്യങ്ങളിലും കൃത്യമായ ഒരു സമവായം ഉണ്ടാക്കിയാൽ മാത്രമേ ഉപരോധം പിൻവലിക്കൂ എന്നാണ് അമേരിക്ക ഇപ്പോൾ പറയുന്നത്. കഴിഞ്ഞ ദിവസം ഈ അമേരിക്കൻ ഉപരോധത്തെ മറികടക്കാൻ ശ്രമിച്ച ഒരു ഇറാൻ കപ്പൽ അമേരിക്ക ആക്രമിച്ചിരുന്നു. അമേരിക്ക പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. ഇതിൽ വലിയ രീതിയിൽ പ്രകോപിതരാണ് ഇറാൻ. അതിനുശേഷം ഇറാൻ ഡ്രോൺ ആക്രമണം അമേരിക്കൻ പടക്കപ്പലുകൾക്ക് നേരെ നടത്തിയിരുന്നു. അമേരിക്ക ഈ ഹോർമൂസ് കടലിടുക്കിൽ വലിയ സന്നാഹമാണ് ഒരുക്കിയിരിക്കുന്നത്. 10,000-ഓളം നാവികസേനാംഗങ്ങളെ അവിടെ വിന്യസിച്ചിരിക്കുന്നു. 12ഓളം പടക്കപ്പലുകളെ അവിടെ വിന്യസിച്ചിരിക്കുന്നു. മാത്രമല്ല 100-ലധികം യുദ്ധവിമാനങ്ങൾ ഈ വിമാനവാഹിനി കപ്പലുകളിലുമുണ്ട്. അങ്ങനെ വലിയ സേനാവിന്യാസമാണ് അമേരിക്ക ഹോർമൂസിൽ നടത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ഉദ്ദേശം എന്നത് ഇറാൻ തുറമുഖങ്ങൾ ഉപരോധിക്കുക എന്നുള്ളതാണ്. ഇറാൻ തുറമുഖത്തേക്കും ഇറാൻ്റെ തുറമുഖത്തിന് പുറത്തു നിന്നും ഒരു കപ്പലുകളെയും പോകാൻ അനുവദിക്കുന്നില്ല. അമേരിക്ക ആവശ്യപ്പെടുന്നത് സമാധാന കരാറാണ്. അങ്ങനെ ഉപരോധത്തിലൂടെയും അതുപോലെ തന്നെ ഭീഷണിപ്പെടുത്തിയും തങ്ങളെ ചർച്ചയുടെ മേശയ്ക്കരികിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. നിങ്ങൾ ഉപരോധിക്കുകയാണെങ്കിൽ ഉപരോധിച്ചോളൂ, നിങ്ങളുടെ ഉപരോധത്തിന് പകരമായി ഞങ്ങൾ ഹോർമൂസ് കടലിടുക്കും ഉപരോധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇറാനും അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇപ്പോഴിതാ പുതിയ യുദ്ധതന്ത്രം പ്രയോഗിക്കുമെന്നും അമേരിക്കയുടെ ആക്രമണത്തെ ഭയക്കില്ലെന്നും ഇറാൻ പ്രസ്താവന ഇറക്കിയിരിക്കുന്നു. ഇതോടുകൂടി പശ്ചിമേഷ്യൻ സംഘർഷം അത് വീണ്ടും പുനരാരംഭിക്കുമോ എന്ന ആശങ്കയിലേക്ക് കടക്കുകയാണ് ലോകം. വളരെ നേരത്തെ തന്നെ പാകിസ്ഥാൻ ഇക്കാര്യത്തിൽ ഇടപെടുകയും ആദ്യ റൗണ്ട് ചർച്ചകൾ പാകിസ്ഥാനിൽ നടക്കുകയും ചെയ്തിരുന്നതാണ്. എന്നാൽ പാകിസ്ഥാനിൽ നടന്ന ഈ ചർച്ചകൾ, സമാധാന ചർച്ചകൾ വിജയിച്ചില്ല. രണ്ടാം ഘട്ട ചർച്ചകൾ കഴിഞ്ഞ ദിവസം ആരംഭിക്കേണ്ടതായിരുന്നു. പക്ഷേ ചർച്ചയുടെ മേശക്കരികിലേക്ക് അമേരിക്കയോ
ഇറാനോ എത്താത്ത സാഹചര്യവുമുണ്ട്. എല്ലാം ഒരുക്കി പാകിസ്ഥാൻ കാത്തിരിക്കുകയാണ്. പക്ഷേ ചർച്ചകൾ നടക്കുന്നില്ല. ഇറാനും അമേരിക്കയും അവരവരുടെ നിലപാടുകളിലും പിടിവാശിയിലുമാണ്. ഇറാൻ പറയുന്നത് ചർച്ചയ്ക്കിരിക്കുമ്പോൾ രണ്ട് തുല്യ ശക്തികൾ എന്ന നിലയിലായിരിക്കണം ചർച്ചയ്ക്കിരിക്കേണ്ടത്. അമേരിക്കയുടെ അടിമരാജ്യം ഒരിക്കലും ഇറാൻ ആ പദവി അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആ പദവി വഹിച്ചുകൊണ്ട് തങ്ങൾ ചർച്ചയ്ക്കിരിക്കാനും തയ്യാറല്ല. ഇറാൻ്റെ തുറമുഖങ്ങളെ ഉപരോധിക്കാൻ ഒരു രാജ്യത്തിനും അധികാരമില്ലെന്നും അമേരിക്ക ഈ ഉപരോധത്തിൽ നിന്നും പിന്മാറണമെന്നും ഇറാൻ ഇപ്പോൾ ആവശ്യപ്പെടുന്നുണ്ട്. ലോകത്തിൻ്റെ എണ്ണ പ്രകൃതിവാതക നീക്കം, ആ നീക്കത്തിൻ്റെ 20% നടക്കുന്നത് ഈ പറയുന്ന ഹോർമൂസ് കടലിടുക്കിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഹോർമൂസ് കടലിടുക്ക് ഇനിയും ദിവസങ്ങളോളം അടഞ്ഞു കിടക്കുന്നത് എണ്ണ നീക്കത്തെ സംബന്ധിച്ചിടത്തോളം അഥവാ മറ്റ് നിരവധി രാജ്യങ്ങളിലെ എണ്ണ പ്രതിസന്ധി ഉണ്ടാക്കാൻ വലിയ കാരണമാകും. മാത്രമല്ല ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെ ഇത് ആശങ്കയിലാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഹോർമൂസ് കടലിടുക്ക് അടഞ്ഞു കിടന്നാൽ വലിയ ആഗോള സാമ്പത്തിക മാന്ദ്യത്തിലേക്കും പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ എത്രയും വേഗം ഈ സംഘർഷത്തിൽ അയവ് വരുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് രാജ്യങ്ങൾ ഇതിൽ ഇടപെടുന്നത്. പക്ഷേ അമേരിക്കയും ഇറാനും അവരവരുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയുമാണ്.